Dear students, World Environment Day is observed on 5th June every year globally. This day aims to promote awareness among humans for protecting the environment and developing possible solutions to protect our Mother Earth. United Nations General Assembly began its first World Environment Day celebration in 1972. As we celebrate it every year, all of us are invited to participate in the different activities to save the earth as it is taking care of us. The earth has provided so many resources for us, but the earth is not being taken care well by the humans. Forests are destroyed, trees are cut down, rubbish are dumped into the river and other water bodies. Waste is thrown all around streets. Factories and vehicles produce chemicals that will pollute the air and water. Dear ones, as students, it's our great responsibility to save our Mother Earth. Let us respect and look after the animals, plants, flowers, trees around us. Prepare a garden where you can grow your own vegetables. Save energy, plant more trees. Let us take the policy of reduce, reuse, and recycle the waste materials. 2020, as we understand, a year of multiple crises, including a global pandemic called COVID 19 and the continued crisis in climate, nature, and pollution, continues to prevail everywhere in the country, even now in 2021. Let us celebrate every day as an environment day. Work as a student team to protect and save the earth. Be the part of solution, not pollution. Thank you. കാര്യം ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ എടുക്കാം. മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ആധാരം ജൈവ വൈവിധ്യമാണ്. അനിയന്ത്രിതമായ പ്രകൃതി ചൂഷണം, മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയുടെ ഫലമായി ജീവജാലങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആവാസ വ്യവസ്ഥയെ സംരക്ഷിച്ചും പുനരുജ്ജീവിപ്പിച്ചും കൊണ്ട് മാത്രമേ സുസ്ഥിരമായ ജീവിതം സാധ്യമാവുകയുള്ളൂ. ഒരു മഹാമാരിയുടെ കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രകൃതി ചൂഷണം തടയുന്നതിനും പരിസ്ഥിതിയെ സംരക്ഷിച്ച് നിർമ്മലമായും ഹരിതാഭമായും നിലനിർത്തുന്നതിനുമുള്ള സംഘശക്തിയേകേണ്ടത് ഇളം തലമുറക്കാരായ നിങ്ങൾ കുട്ടികളാണ്. മരങ്ങൾ നട്ടും നാടും നഗരവും പച്ചപിടിപ്പിച്ചും പൂന്തോട്ടങ്ങളും ജലാശയങ്ങളും പുനരുജ്ജീവിപ്പിച്ചും ഭൂമിയുടെ കാവലാളാകാൻ നമുക്ക് കഴിയണം. പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ തടയുക വഴി ആവാസ വ്യവസ്ഥയുടെ പ്രഭവ കേന്ദ്രമായ മണ്ണിനെയും നദിയെയും സമുദ്രത്തെയും സംരക്ഷിക്കാം. ജൈവ വൈവിധ്യവും ആവാസ വ്യവസ്ഥയും ഭൂമിയുടെ നിലനിൽപ്പിന് അടിസ്ഥാനമാകയാൽ അവയുടെ വീണ്ടെടുപ്പിന് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. നാം ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, നമ്മെ പൊതിയുന്ന വെളിച്ചം ഇവയൊക്കെ വരും തലമുറയ്ക്കും കാത്തു സൂക്ഷിക്കണമെന്നും ഇവയെല്ലാം സംരക്ഷിക്കണമെന്നും
2021 ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ എടുക്കാം. ഭൂമിക്കു പച്ചപ്പുതപ്പേകി നിൽക്കുന്ന സസ്യങ്ങളെ തൊഴുക നിത്യവും നാം. അമ്മത്തണൽ നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം. ഭൂമിക്കു പച്ചപ്പുതപ്പേകി നിൽക്കുന്ന സസ്യങ്ങളെ തൊഴുക നിത്യവും നാം. അമ്മത്തണൽ നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം. അന്നമായി വായുവായി നമ്മളെ കാക്കുന്ന തരുനിരകളെ തൊട്ടു വന്ദിക്ക നാം. കിളികൾക്കു വീടായി കൂടായി മാറുന്ന ഹരിതവൃക്ഷങ്ങളെ സ്നേഹിക്ക നാം. കിളികൾക്കു വീടായി കൂടായി മാറുന്ന ഹരിതവൃക്ഷങ്ങളെ സ്നേഹിക്ക നാം. കാറ്റിനു കുളിരേകി മണമേകിടും നാട്ടുവഴികളിൽ തണലിന്നു കുടയേകിടും. കാറ്റിനു കുളിരേകി മണമേകിടും നാട്ടുവഴികളിൽ തണലിന്നു കുടയേകിടും. അരുവിതൻ കുളിരിന്നു കൂട്ടായി നിന്നിടും. അരുമയാം മണ്ണിനെ മുറുകെ പുണർന്നിടും. മകരന്ദമൂട്ടി മധുപങ്ങളെ സ്നേഹഫലമൂട്ടി ജീവജാലങ്ങളെ. മകരന്ദമൂട്ടി മധുപങ്ങളെ സ്നേഹഫലമൂട്ടി ജീവജാലങ്ങളെ. അകതാരിലൂറുമീ ബോധത്തിലെന്നുമീ തരുനിരകളെ തൊഴുക നിത്യവും നാം. അകതാരിലൂറുമീ ബോധത്തിലെന്നുമീ തരുനിരകളെ തൊഴുക നിത്യവും നാം. ഭൂമിക്കു പച്ചപ്പുതപ്പേകി നിൽക്കുന്ന സസ്യങ്ങളെ തൊഴുക നിത്യവും നാം. അമ്മത്തണൽ നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം. അമ്മത്തണൽ നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം. വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം. Asandika Amrit Mahotsav World Environment Day 2021 celebration. World Environment Day is celebrated every year on June 5. This day is celebrated especially to consider the issues related to environment and to solve environmental problems. The theme for World Environment Day 2021 is ecosystem restoration. The main idea behind celebrating World Environment Day is to highlight the importance of the environment and to remind people that nature should not be taken for granted. This opportunity is celebrated around the world with lots of creative activities aimed at bringing positive change in the environment. Asandika Amrit Mahotsav is an initiative of the Government of India to celebrate and commemorate 75 years of progressive India and the glorious history of its people, culture and achievements. It is an embodiment of all that is progressive about India's socio-cultural, political and economic identity. The official journey of Asandika Amrit Mahotsav commences on 12th March 2021, which starts as 75-week countdown to our 75th anniversary of independence and will end post a year on 15th August 2023. On the World Environment Day,
We will all should participate in various campaigns to spread awareness about environment protection. To improve the environmental conditions, the government and the international organizations must come together to fight the problems and save our environment. Banning plastic, recycling, saving water, planting more trees, saving wildlife and animals are some of the steps which led us to better environment. If we do not take proper steps to save the natural resources, everything will deplete, and one day we will be left with nothing like water, pure and fresh air. It is our responsibility to save our Mother Nature and protect it from pollution and other hazards, which will lead us to a healthy future and happy life. Healthy environment, happy future. Thank you. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു, ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ കൂപ്പുകൈ മാത്രമായി, ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ കൂപ്പുകൈ മാത്രമായി. ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ, ഇത് ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഇത് ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. നമസ്കാരം, ഞാൻ രുദ്ര എം.ആർ. നായർ 8C-യിൽ പഠിക്കുന്നു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. കൊറോണ മഹാമാരിയും ചുഴലിക്കാറ്റിനെയും മുന്നിൽ കണ്ടാണ് കേരള ജനത ഈ വർഷത്തെ പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. പ്രകൃതി അമ്മയാണ്. ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും ആരോഗ്യത്തിനും പ്രകൃതി സംരക്ഷണം അനിവാര്യമാണ്. ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം ആവാസ വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കുക എന്നതാണ്. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ്. ഭൂപ്രകൃതിയെ കൊണ്ട് ഏറ്റവും അനുഗ്രഹീതമായ നാട്. എന്നാൽ ഈ നാടിനെയാണ് വികസനത്തിന്റെ പേരിൽ മനുഷ്യർ ചൂഷണം ചെയ്യുന്നത്. ഒരു കാലത്ത് പ്രകൃതിക്ക് കീഴടങ്ങി ജീവിച്ചിരുന്ന മനുഷ്യർ ഇന്ന് ശാസ്ത്ര സാങ്കേതിക വളർച്ചയുടെ ബലത്തിൽ പ്രകൃതിയെ കീഴടക്കാൻ തുടങ്ങി. ഈ ചൂഷണത്തിനെതിരെയുള്ള പ്രകൃതിയുടെ മറുപടിയാണ് മഹാമാരികൾ. ഭൂമി മനുഷ്യൻ്റെതല്ല, മനുഷ്യൻ ഭൂമിയുടേതാണ് എന്ന തിരിച്ചറിവ് നാം ഓരോരുത്തർക്കും വേണം. പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്നത് ഒഴിവാക്കി മരങ്ങൾ നട്ടുപിടിപ്പിച്ച് പ്ലാസ്റ്റിക് ഉപയോഗം കുറച്ച് വായു, ജലം, മണ്ണ് മലിനമാക്കാതെ നമ്മുടെ പ്രകൃതിയെ നാം സംരക്ഷിക്കുക. ഇന്ത്യയിലെ ശ്രദ്ധേയനായ പരിസ്ഥിതി പ്രവർത്തകനായ സുന്ദർലാൽ ബഹുഗുണയുടെ അഭിപ്രായത്തിൽ വികസനവും പരിസ്ഥിതിയും തമ്മിലല്ല, മറിച്ച് നശീകരണവും അതിജീവനവും തമ്മിലുള്ള പോരാട്ടമാണ് പ്രശ്നം. ലോകത്താകെ പടർന്നു പിടിച്ചിരിക്കുന്ന COVID-19 ബാധയെ തുടർന്ന് 2021 മെയ് 21 അദ്ദേഹം അന്തരിച്ചത്.
മരത്തെ കെട്ടിപ്പിടിച്ച് മനുഷ്യന് ജീവൻ നൽകിയ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും നേതാവുമായ അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ടും മരം ഒരു വരമെന്നും ഓർമ്മിച്ചുകൊണ്ടും നമ്മുടെ പ്രകൃതിയെ നാം സംരക്ഷിക്കുമെന്നും പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. Hello friends, I am a tree. I am very useful to you. I give you oxygen to breathe. I give you shelter. I give you medicine. I give you paper. I give you rubber. I give you vegetables. I give you fruits and many other things. So please don't cut me. Please don't cut me. Save me and save Earth. Today I would like to share my thought about the need to save our environment. Our environment consists of natural resources like soil, water, air, etc. Plants and animals are also a part of our environment. Due to increase of human population, environment is getting affected adversely, knowingly or unknowingly. We are causing a damage to our environment. Time has come that we take necessary steps to save our environment. We need to find environment friendly technologically in all aspects of our life. For example, instead of using petrol or diesel, we can use vehicles running on electricity. Thus, we can avoid air pollution. Wastewater treatment plants should be brought in use so that wastewater can be reused instead of letting it into sea or river. Plastic and paper should be strictly recycled so that garbage dumps can be reduced. We need to stop soil, air and water pollutions so that the environment stays clean and healthy. We need to plant more and more trees and stop cutting down the forest. We need to show respect towards the other creations on earth. Stop burning plastic which cause air pollution. നമസ്കാരം, എൻ്റെ പേര് അർജുനസ് നായർ. ഇന്ന് ഞാൻ സുഗത കുമാരി ടീച്ചറിൻ്റെ കവിതയാണ് ചൊല്ലുന്നത്. ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. താങ്ക് യു. നമസ്കാരം. മരങ്ങൾ വെട്ടിമുറിക്കരുതേ, മരങ്ങൾ നാടിൻ സമ്പത്തേ, മരങ്ങൾ നട്ടു വളർത്തേണം, മരങ്ങൾ നമ്മുടെ ഐശ്വര്യം. നദിയെ കുരുതി കൊടുക്കരുതേ, മണലിനായി കൊല്ലരുതേ, പുഴകളെ ആർക്കും വിൽക്കരുതേ, അവ ദൈവം നൽകിയ വരദാനം. പ്ലാസ്റ്റിക് സഞ്ചികൾ വേണ്ടേ വേണ്ട, കടലാസ് സഞ്ചികൾ അനുയോജ്യം. വെള്ളം പാഴായി കളയരുതേ, വെള്ളം ജീവനാധാരം. മരങ്ങൾ വെട്ടിമുറിക്കരുതേ, മരങ്ങൾ നാടിൻ സമ്പത്തേ, മരങ്ങൾ നട്ടു വളർത്തേണം, മരങ്ങൾ നമ്മുടെ ഐശ്വര്യം. നദിയെ കുരുതി കൊടുക്കരുതേ, മണലിനായി കൊല്ലരുതേ, പുഴകളെ ആർക്കും വിൽക്കരുതേ, അവ ദൈവം നൽകിയ വരദാനം. പ്ലാസ്റ്റിക് സഞ്ചികൾ വേണ്ടേ വേണ്ട, കടലാസ് സഞ്ചികൾ അനുയോജ്യം. വെള്ളം പാഴായി കളയരുതേ, വെള്ളം ജീവനാധാരം. Good morning. Hi everyone. Today is June 5th. June 5th is celebrated as Environment Day. All over the world, every year. Earth is the only planet where life is possible. So, I wish everyone a happy Environment Day. Thank you. Everybody, my name is Asim Riaz. I am studying in 10th B. We all know that June 5th is celebrated as the World Environment Day. It is a day for making all of us aware about the importance of the clean and healthy environment for the living or for the well-being of the living organisms. So today I am going to share a video about my beautiful garden.
നീ ചെയ്ത പുണ്യങ്ങളോരോന്നും ഈ മണ്ണിൽ വിത്തിട്ടു വൃക്ഷങ്ങളാകും. നീ ചെയ്ത പുണ്യങ്ങളോരോന്നും ഈ മണ്ണിൽ വിത്തിട്ടു വൃക്ഷങ്ങളാകും. നെഞ്ചിലെ ചോരയാൽ നീ നട്ട നന്മകൾ പൂവിട്ടു പൂക്കാലമാകും. നെഞ്ചിലെ ചോരയാൽ നീ നട്ട നന്മകൾ പൂവിട്ടു പൂക്കാലമാകും. നീ ചെയ്ത പുണ്യങ്ങളോരോന്നും ഈ മണ്ണിൽ വിത്തിട്ടു വൃക്ഷങ്ങളാകും. Respected principal, teachers and my dear companions, a very good morning to all of you. Today, I stand before you to speak on an important topic, biodiversity. Biodiversity can be defined as the presence of different species of plants and animals on earth. You must be thinking why it is important, right? Let me share you the reason. Biodiversity plays a major role in maintaining the balance of the earth. We live in cities, and for many of us, wildlife is something that we watch on the television. Its importance is unknown to us. We are unaware of the reality of the air we breathe, the water we drink, and the food we eat. All intensely rely on biodiversity. Some of the obvious examples are of plants and bees. Without plants, there would be no oxygen, and without bees, there would be no fruits or nuts. Despite being so important for our survival, we are destroying our biodiversity. As our population is rising, we are clearing the lands to create houses and industries. Another major factor which is destroying our biodiversity are poaching and unsustainable hunting. The only answer to all these problems is giving nature the space and protection it needs. Wildlife reserves are one of the solutions to all these problems. In my opinion, half of the land surface should be set aside for nature. We all can make a difference when it comes to protecting our biodiversity. We should use the sustainable products that are made without affecting the environment. We should avoid using products like timber, leather, etc. affecting our biodiversity badly. In the end, I would like to say that we should take all the essential steps in order to make our environment feel better. Thank you for your time and patience. The earth is my home. I promise to keep it healthy and beautiful. I will love the land, the air, the water, and all living creatures. I will be a defender of my planet, united with friends. I will save the earth. United with friends, I promise to keep it. United with friends, I will love the land. United with friends, I'll be a defender. I will save the earth. The earth is my home. I promise to keep it healthy and beautiful.